ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. CMF ഫോൺ 2 Pro നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഫോൺ 2 Pro മാത്രമല്ല, ബഡ്സ് 2 ഉണ്ട്, ബഡ്സ് 2 Plus ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. നമുക്കെല്ലാം അൺബോക്സ് ചെയ്ത് വിശദമായിട്ട് പരിശോധിക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഫോണാണ്. 10,000 താഴെ CMF ഫോൺ 1 എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിരുന്നു. അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയിൽ മാത്രമാണ് ഞാൻ എനിക്കൊരു ഇഷ്ടക്കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ക്യാമറ ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ ടോപ്പ് ലെവലായിരുന്നു. പിന്നീട് ആ ഒരു പ്രൊസസ്സർ വെച്ചുകൊണ്ട് ഫോണിൽ ഇറക്കാൻ മറ്റുള്ള കമ്പനികൾ മത്സരിച്ച് എത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. കാരണം ഏറ്റവും നല്ല പെർഫോമൻസ് അതിൻ്റെ ആയിരുന്നു. സോ അതിൻ്റെ രണ്ടാമത്തെ വെർഷനാണ് ഫോൺ 2 Pro. സോ ഇത് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വലിയ ബോക്സിനകത്ത് ഞാൻ പറഞ്ഞ പ്രകാരമുള്ള ഐറ്റംസ് ആണ്. ബഡ്സ് 2 ഉണ്ട്, അതേപോലെ ബഡ്സ് 2 Plus ഇരിക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ CMF ഫോൺ 2 Proയും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചില എഴുത്തുകുത്തുകൾ കാണാം. വണ്ടർഫുൾ ബൈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഫോൺ നോക്കാം. ബഡ്സ് 2ഉം ബഡ്സ് 2 Plus ഒക്കെ സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഫോൺ 2 Proയുടെ ബോക്സ്. നല്ല പ്രീമിയം ഒരു ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് എഴുത്തുകുത്തൊക്കെ ഉള്ളൊരു ചെറിയ ബോക്സാണ് മുകളിൽ. ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു നല്ല കേസ്, അത്യാവശ്യം നല്ല തിരക്കുള്ള സെറ്റപ്പാണ്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വന്നാൽ ഈ കാണുന്നതാണ് CMF by നത്തിങ് എന്ന സെറ്റപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന CMF ഫോൺ 2 Pro. ഇത് കലക്കി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അതായത് മുമ്പത്തെ വെർഷനിൽ എനിക്ക് അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി വന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല, കൊള്ളില്ല എന്നാണ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വീഡിയോയിലും ഡീറ്റെയിൽ റിവ്യൂ ചെയ്തപ്പോൾ ഞാനൊരു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നൈസായിട്ടുണ്ട്, നല്ല പ്രീമിയം ഫീലുണ്ട്. ഡിഫറൻ്റ് ആയ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം നല്ല പ്രീമിയം ഫീലാണ്. എടുക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഈ ഒരു കളറ്, ഈ ഒരു ഡിസൈൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റ് കളറുകളും ഡിസൈനിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും പക്കാ പ്രീമിയം ഫിനിഷാണ്. ബോക്സിൽ ചാർജിങ് കേബിൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാർജറും ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ചാർജർ അടക്കം തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ബോക്സിലുണ്ട്. കേസ്, ചാർജർ, ചാർജിങ് കേബിൾ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് CMF ഫോൺ 2 Pro എന്ന് പറയുന്ന ഫോൺ. ബിൽറ്റ് ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ സെറ്റാണ്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറിക്ക് അവിടെ രീതിയിൽ ഉപയോഗിക്കാം. 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന മെമ്മറി സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും എസെൻഷ്യൽ കീ ബട്ടണുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണാണ്. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബെസിൽസ് ഭയങ്കര കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടുതലുമില്ല. രണ്ടിടെ ഒരു മീഡിയം ലെവലുള്ള ബെസിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. സോ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ. നല്ല പ്രീമിയം ഫീലുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 7.8 mm ആണ്. സോ സ്ലിമ്മായ ഒരു ഫോണാണ്. 185 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണെന്ന് തീർച്ചയായിട്ടും പറയാം. IP54 വാട്ടർ റേറ്റിംഗ്, അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഉണ്ട്. ഒരു കാര്യം ഒഴികെ ഡുവൽ CU സ്പീക്കർ കൊടുത്തിട്ടില്ല. ഈ അടുത്തിറങ്ങിയ IQ-C10 ഉണ്ടായിരുന്നില്ല, Vivo T4 ഉണ്ടായിരുന്നില്ല. അത് 20,000 റേഞ്ചുള്ള ഫോണുകളായിരുന്നു. എന്നിട്ട് പോലും അതിലും ഡുവൽ CU സ്പീക്കർ ഉണ്ടായില്ല. ഇതിലും ഇല്ല, മോണോ സ്പീക്കറാണ്. ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സൗണ്ട് എനിക്ക് അത്ര ബെസ്റ്റായിട്ട് തോന്നിയില്ല. ഡീസൻ്റ് ആണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ ഒരു അടിപൊളി സൗണ്ട് സെറ്റ് എന്ന് പറയാനില്ല. സിംഗിൾ സ്പീക്കറാണ്, എന്നാലും കുറച്ചുകൂടിയൊക്കെ നന്നാവാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ, സ്പീക്കർ സെറ്റപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ക്യാമറ, ഇതിൽ വരുന്ന ഈ ഫോണിനകത്ത് ഏറ്റവും നല്ല ഘടകമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. കാരണം 50 MP ടെലിഫോട്ടോ ലെൻസ് അടക്കമാണ് വരുന്നത്. സോ നല്ല ക്യാമറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാമ്പിൾ കണ്ടു നോക്കാം. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 MP മെയിൻ ക്യാമറയും 50 MP ടെലിഫോട്ടോ ക്യാമറയും അതേപോലെ തന്നെ 8 MP വൈഡ് ആംഗിൾ ക്യാമറ, 16 MP സെൽഫി ക്യാമറയൊക്കെയാണ് ഇതിൽ വരുന്നത്. മെയിൻ ക്യാമറ സാമ്പിളുകൾ ഈ കണ്ട രീതിയിലാണ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്ന പോർട്രേറ്റ് ഇമേജുകളും മറ്റുമൊക്കെ ഞാൻ എടുത്തത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ ഒരു ലൈക്കിങ്ങിനെ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഇഷ്ടത്തിന് നോക്കിയാൽ അത്രയും അങ്ങോട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. സെൽഫി ക്യാമറ സാമ്പിൾസ് പക്ഷേ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സെൽഫി ഇമേജുകളാണ് വന്നിരിക്കുന്നത്. എനിക്ക് യാതൊരു വിഷയം പറയാനില്ല. അത് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലായാലും എല്ലാം നന്നായിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോസാണ് കിട്ടിയിരിക്കുന്നത്. ഡൈലൈറ്റ് വീഡിയോ കാണുന്നത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ്. എനിക്ക് വേറെ വിഷയമൊന്നും തോന്നിയില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഞാൻ വീഡിയോ എടുത്തപ്പോഴും നല്ല ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ വീഡിയോസ് നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡേലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഒരു വെളുപ്പിക്കലോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ നല്ലതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെയിൻ ക്യാമറ ഫോട്ടോസ് എനിക്ക് കുറച്ചും കൂടി നന്നാവാമായിരുന്നു എന്നാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ക്യാമറയെക്കുറിച്ച് അടിയിട്ടെങ്കിൽ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6.7 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+, ഫ്ലെക്സിബിൾ 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. വിഷ്വൽ ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ ഔട്ട്ഡോറും ഇൻഡോറും എല്ലായിടത്തും ഉപയോഗിച്ച് നോക്കി വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. നൈസ് ആയിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
3000 നിസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 1300 നിസിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഉണ്ട്. സോ വിസിബിലിറ്റിക്ക് ഒരു ടെൻഷനും വേണ്ട, ഇത് പക്കയാണ്. ഡിസ്പ്ലേയിൽ ആകെ ബെസിൽസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് സെറ്റപ്പ് ആയേനെ. പക്ഷേ എന്നാൽ അതൊരു വലിയ പരാതിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, സംഭവം നന്നായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി ഫോണിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. അതേപോലെ തന്നെ 33 വാട്ടിൻ്റെ ചാർജിങ് ആണ്. ഈ ഒരു സമയത്ത് ഇത് മുമ്പായിരുന്നെങ്കിലും ഒക്കെ ഡീസൻറ്റ് സെറ്റപ്പ് എന്ന് പറയാമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 mAh, 7000 mAh, 7300 mAh നമ്മുടെ ഒരുപാട് നല്ല കൂടിയ ബാറ്ററികൾ കണ്ടുവരികയാണ്. ആ സമയത്ത് ഇവർ 5000 mAh ബാറ്ററി വെച്ചുകൊണ്ടാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എന്നാലും അത് മോശമൊന്നുമല്ല, നല്ല ബാറ്ററി സെറ്റപ്പാണ്, ഡീസൻറ്റ്. ഈ റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് അല്ല ഇപ്പോൾ. അതേപോലെ തന്നെ ഇതിൽ 33 വാട്ട് ചാർജിങ് ഉണ്ട്, അതും കുഴപ്പമില്ല. റിവേഴ്സ് ചാർജിങ് വേണമെങ്കിൽ 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്, വയേർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാം. നല്ല സെറ്റപ്പാണ്, ഡീസൻറ്റ് സെറ്റപ്പ് തന്നെ. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 7300 Pro എന്ന് പറയുന്ന പ്രോസറാണ്. അത് ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റാണ്. അതായത് ഇതിനേക്കാൾ മികച്ച പ്രോസർ വെച്ചുള്ള ഫോണുകൾ നമുക്ക് അധികം കാണാൻ കിട്ടില്ല. ഇതാണ് ഇവിടെ ഏറ്റവും നല്ല പ്രോസറായിട്ട് ഇപ്പോൾ ഫോണുകൾ ഉപയോഗിച്ച് വരുന്നത്. സോ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, അങ്ങനെ 2 വേരിയൻറ്റുകളാണ് വരുന്നത്. റാം ബൂസ്റ്റ് ടെക്നോളജിക്കിൻ്റെ സ്റ്റോറേജ് റാം എടുത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൂടിയ റാമുള്ള ഫോൺ പോലെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. പിന്നെ അത്യാവശ്യം ചില ഗെയിമുകൾ കളിക്കാം, വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഞാനിവിടെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കാനും പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും ഇനിഷ്യലി ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം ചെറുകിട കുറച്ച് ഓപ്ഷനുകൾ, ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങളുടെ കാണുന്ന പോലെ ചെറുകിട കുറച്ച് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് ഒരു ഗെയിം മോഡും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗെയിമിങ്ങിനും വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാം. നത്തിങ് OS 3.2 ആണ് വരുന്നത്. അത് Android 15 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ 3 വർഷം വരെ നിങ്ങൾക്ക് പുതിയ ഫോൺ പോലെ പുതിയ അപ്ഡേറ്റ് ഉപയോഗിക്കാം. 6 വർഷം വരെ ധൈര്യമായിട്ട് സേഫ്റ്റിയോടുകൂടി ഉപയോഗിക്കാനും സാധിക്കും. UI ഒന്നും യാതൊരു വിഷയമില്ല, വളരെ സ്മൂത്താണ്, സോഫ്റ്റാണ്. നത്തിങ്ങിൻ്റെ UI നമുക്ക് ഓൾറെഡി അറിയാം, വളരെ ഫ്ലൂയിഡായ സ്മൂത്തായ UI ആണ്. ഇവിടെയും ആ സെയിം സംഭവം കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. സോ നല്ല യൂസർ എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചില സ്പെഷ്യൽ ഫീച്ചറുകൾ, ഒരു എസെൻഷ്യൽ കീ എന്ന് പറയുന്ന ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഏതൊരു ഇമേജും ക്യാപ്ചർ ചെയ്തിട്ട് അപ്പം തന്നെ ഒരു നോട്ട് ആഡ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈ നത്തിങ് ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് അതിനെ നേർക്ക് പിടിച്ചിട്ട് എസെൻഷ്യൽ കീ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ ആ ഫോട്ടോ ക്യാപ്ചർ ആവും. താഴെ അടിയിൽ നോട്ട് എഴുതാനുള്ള ഓപ്ഷനും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പം തന്നെ ഒരു വോയിസ് റെക്കോർഡ് പോലെ എന്തെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ റെക്കോർഡ്, നമ്മൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ റെക്കോർഡിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ഒരു ടെക്സ്റ്റ് ആക്കിക്കൊണ്ട് തന്നെ ഇത് സേവ് ചെയ്ത് വെക്കും. എവിടെ? എസെൻഷ്യൽ ആപ്പ് എന്ന് പറയുന്നതിനകത്ത് ഒരു ആപ്പുണ്ട്, ആ ആപ്പിനകത്ത് സേവ് ചെയ്ത് വെക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നോട്ടായിട്ട് കിടക്കുന്നുണ്ടാവും നമ്മൾ എടുത്തു വെച്ച എല്ലാ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു സാധനത്തെക്കുറിച്ചും പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നോട്ടാക്കി സേവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു സ്ക്രീൻഷോട്ട് ആണെങ്കിലും എടുത്ത് സേവ് ചെയ്യുമ്പോൾ അതെന്താണെന്നുള്ളത് കൂടി അവിടെ എഴുതി വെക്കും. നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും എന്ത് സാധനത്തെക്കുറിച്ചും നമ്മൾ സേവ് ചെയ്ത് വെച്ചതിനെക്കുറിച്ച്. സോ കുറച്ച് ഈസി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എസെൻഷ്യൽ കീ എന്ന് പറയുന്ന സംഗതി. ഇത്തവണ അത് ഉപയോഗിച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു, നന്നായിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നു ഇത്, ഏതൊരു നത്തിങ് ഫോൺ ഒരെണ്ണം വന്നപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ പിന്നീട് ഉപയോഗിച്ച് വന്നപ്പോൾ നന്നായിട്ട് തോന്നി. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. നിങ്ങൾക്കും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ Wi-Fi 6, Bluetooth 5.3 തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്സസറികൾ നിങ്ങൾക്ക് ഒരുപാട് വാങ്ങിച്ച് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് യൂണിവേഴ്സൽ കവർ എന്ന് പറയുന്നവരുടെ ഒരു കവർ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇളക്കി മാറ്റി അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പുതിയ ഫീൽ കിട്ടും. ഒപ്പം തന്നെ അതിൽ ഒരുപാട് ആക്സസറികൾ, ക്യാമറ ലെൻസ് അടക്കമുള്ള ഒട്ടനവധി ആക്സസറികൾ, ക്യാമറ അല്ലെങ്കിൽ ഫോണിന് സ്റ്റാൻഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്കത് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം ആക്സസറികൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് ഈ ഒരു ഫോണിൽ ഉണ്ട്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അത് കവർ സെപ്പറേറ്റ് വാങ്ങിക്കണം, ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ആക്സസറികൾ ഒരുപാട് കിട്ടുമെന്ന് പറയുമ്പോൾ അതൊക്കെ കണക്ട് ചെയ്യാൻ ഈ ഫോണിൽ ഓപ്ഷൻ ഇല്ല. യൂണിവേഴ്സൽ കവർ വാങ്ങിയിട്ട് അതിലേക്കായിരിക്കും ഈ പറഞ്ഞ സ്റ്റാൻഡ് അല്ലെങ്കിൽ ലെൻസ് അല്ലെങ്കിൽ വാലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിലേക്കായിരിക്കും കേട്ടോ. അത് മാത്രം ഒന്ന് ഓർക്കണേ. അവിടെ നേരിട്ട് പോയിട്ട് വാലറ്റോ സ്റ്റാൻഡോ ക്യാമറയോ ലെൻസൊന്നും വാങ്ങിച്ചുകൊണ്ട് വരരുത്. അതൊന്നും ഇതിൽ പറ്റില്ല, യൂണിവേഴ്സൽ കവർ വേണം. സോ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഇതിൻ്റെ പ്രൈസും സെയിൽ ഡേറ്റും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 16,990 5-ാം തീയതി ഫസ്റ്റ് സെയിൽ ഡേയിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. പിറ്റേ ദിവസം തൊട്ട് 1000 രൂപ കൂടും. ഫസ്റ്റ് ഡേയിലായാലും 1000 രൂപ ഓഫർ അടക്കമാണ് 16,990 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ബാക്കി പ്രൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാം. ഈ പ്രൈസിന് ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നല്ല ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. സോ ഓവറോൾ CMF ഫോൺ 2 Pro എന്ന് പറയുന്ന ഈ ഫോണിനെ സംബന്ധിച്ച് എല്ലാ ഘടകങ്ങളും ഡീസൻ്റ് ആയിട്ടുണ്ട്, ക്യാമറ നന്നായിട്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റ് 2 ഐറ്റം കൂടി പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. ബഡ്സ് 2 പ്ലസ്. ഇതിൽ ബഡ്സ് 2 നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് ബഡ്സ് 2. നല്ല പ്രീമിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഒരു ഫിനിഷ് ഗംഭീരമായിട്ട് നല്ല സോഫ്റ്റ്, ഒരു നല്ല പ്രീമിയം ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്.
ബഡ്സ് 2 സൗണ്ട് ഞാൻ കണക്ട് ചെയ്ത് കേട്ട് നോക്കി. നല്ല ക്വാളിറ്റി സൗണ്ടാണ്, അത്യാവശ്യം ബേസൊക്കെയുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള അടിപൊളി സൗണ്ടാണ്. സോ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഇയർബഡിനെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ക്ലിയറാണ്, ഒരു വിഷയമില്ല, നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. ബാറ്ററി ലൈഫും മറ്റ് സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ടതൊന്ന് ചെക്ക് ചെയ്തോളൂ. കാരണം ഇത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ചെവിയിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബഡ്സ് 2 പ്ലസിൻ്റെ സ്പെക്ക് കൂടി ഞാൻ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ബഡ്സ് 2 പ്ലസ്. ഇത് ഓപ്പൺ ചെയ്ത് കയ്യിലോട്ടെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും കാണാം. ബഡ്സ് 2 പോലെ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ, ബോക്സിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. കളർ വേറെയാണെന്ന് മാത്രം. ഇതും ആ പറഞ്ഞ പ്രീമിയം ഫിനിഷ് ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ വൈസ് രണ്ടും സെയിം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ചെവിയിൽ വെച്ച് നോക്കുമ്പോഴും കംഫർട്ടും പക്കയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, നൈസായിട്ടിരിക്കുന്നുണ്ട്. ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് 12mm ഡ്രൈവാണ് ഇതിൽ വരുന്നത്, ഈ പ്ലസ്സിൽ വരുന്നത്. മറ്റേതിൽ 11mm ഡ്രൈവാണ്. എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും കാണുന്നുണ്ട്. 50 dB ഹൈബ്രിഡ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഇയർബഡ് ആണെന്ന് അറിഞ്ഞിരിക്കാം. 14 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത്. ഇത് രണ്ടിലും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേസ് അടക്കം കണക്കാക്കുകയാണെങ്കിൽ ഇത് ഒരു തവണ ഇയർബഡ് എടുത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ബാറ്ററി ലൈഫാണ് ഈ പറഞ്ഞത് 14. അവർ 14 പറയും, നമുക്കൊരു 10 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ അത് എത്രത്തോളം കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. യൂസ് ചെയ്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് റീലോ ഷോർട്ടോ ഒക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം എത്ര കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. 61 അവറിൻ്റെ ബാറ്ററി ലൈഫാണ് കേസ് അടക്കം നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. സോ അതൊക്കെ ഗംഭീര ബാറ്ററി ലൈഫാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഇതിലേക്ക് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ചാർജ് ചെയ്താൽ 8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിക്കാനുള്ള ചാർജ് കയറി കിട്ടുമെന്നാണ് പറയുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ 6 മൈക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ്, വിഷയമൊന്നും കണ്ടില്ല. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ അത്യാവശ്യം വേർത്താറൊന്നും പെട്ടെന്ന് വെള്ളം കയറി നാശാവുന്ന അവസ്ഥയുമില്ല. സോ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫംഗ്ഷൻസും, നോയ്സ് ക്യാൻസലേഷൻ അടക്കം, IP65 റേറ്റിംഗ് അടക്കം, നല്ല ഡ്രൈവർ, നല്ല ബേസ് കാര്യങ്ങൾ, ക്ലാരിറ്റി എല്ലാം അടക്കം ഡീസൻറ്റ് ക്വാളിറ്റിയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇത് റെക്കമെൻഡ് ചെയ്യാൻ നിൽക്കുകയുള്ളൂ. പക്ഷേ നത്തിങ്ങിൻ്റെ ഇയർബഡുകളൊന്നും മോശമാണെന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല. CMFൻ്റെ മുമ്പ് ഇറങ്ങിയ ഇയർബഡ് ആയാലും ഉപയോഗിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാം. സ്പെക്ക് വൈസും ജസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷനും സംഭവം അടിപൊളിയാണ്, ഒരു പ്രശ്നവുമില്ല. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാട്ടോ. പർച്ചേസ് ലിങ്കും പ്രൈസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യമായൊരു പർച്ചേസ് ചെയ്യുക. ബഡ്സിൻ്റെ മാത്രമല്ല ഇതിൻ്റെ പർച്ചേസ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിലായ പ്രൈസിങ് കാര്യങ്ങളും എല്ലാം താഴെയുണ്ട്, ഓഫേഴ്സ് അടക്കം എല്ലാം ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യമുള്ളവർ വാങ്ങിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ ഷെയർ ചെയ്യുക. സോ അത്രയുമാണ് ഈ ഫോണിനെ കുറിച്ചും ഇയർബഡുകളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.